السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സത്യവിശ്വാസികളെ, എൻ്റെ ക്ലിപ്പുകൾ കേൾക്കുന്ന നല്ലവരായ ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ വിഷയം നമ്മളുടെ ദേശീയ തലത്തിൽ അന്തർദേശീയ തലത്തിൽ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഒരു കൺഫ്യൂസ്ഡ് ഇഷ്യൂ, നമ്മുടെ കണ്ടംപററി ഇഷ്യൂവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം സെക്റ്റിനിടയിൽ, മുസ്ലിങ്ങളുടെ വ്യത്യസ്ത സെക്റ്റ് ഉണ്ടല്ലോ, അവരുടെ ഇടയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ രൂക്ഷമായ ചർച്ച. ഷിയാക്കൾ പിഴച്ചവരാണ്, ഷിയാക്കളും ലോകത്തെ ഏറ്റവും വലിയ അതിക്രമികളുമായ ഇസ്രായേലുമായി അവർ യുദ്ധം നടത്തുമ്പോൾ നമ്മൾ ന്യൂട്രലായി നിൽക്കണം, ആരെയും സപ്പോർട്ട് ചെയ്യേണ്ടതില്ല. ഒരു ഭാഗത്ത് അമിതമായ ഇറാനോട് സപ്പോർട്ട്, മറുഭാഗത്ത് ചില ന്യൂനപക്ഷം ഇസ്രായേൽ സപ്പോർട്ട്. ഈ ഒരു പശ്ചാത്തലത്തിൽ സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം വൈജ്ഞാനികമായി ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി നല്ലൊരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മൾ ന്യൂട്രൽ ആവേണ്ടതുണ്ടോ? രണ്ട് പരാക്രമികൾ, ലോക മനുഷ്യകുലത്തിലെ ഒരിക്കലും സമാധാനം ആഗ്രഹിക്കാത്ത ജൂതന്മാരിൽ 90%, ലോകത്തിലെ മൊത്തത്തിലുള്ള ജൂത പോപ്പുലേഷൻ ഏതാണ്ട് 0.2% അതിൽ ഏതാണ്ട് 90% സിയോണിസ്റ്റുകളാണ്. സിയോണിസ്റ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഇവിടെ ജീവിക്കാൻ അർഹതയുള്ളവർ അവർ മാത്രമാണ് എന്ന ബോധ്യത്തോടു കൂടി അവർ ലോകത്ത് അതിക്രമങ്ങൾ അടിച്ചുവിടുകയാണ്. ലോകത്തിലെ ഏറ്റവും ധിക്കാര രാഷ്ട്രമാണ് ഇസ്രായേൽ. ഏറ്റവും വലിയ ധിക്കാരികളാണ് സിയോണിസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്ന ജൂതന്മാർ. ഒരു 10% ജൂതന്മാർ നിഷ്പക്ഷമതികളാണ്. അപ്പോൾ എല്ലാ ജൂതന്മാരും മുസ്ലിമിൻ്റെ ശത്രുവല്ല. മുസ്ലിം ശത്രു പോയിട്ട് മനുഷ്യകുലത്തിൻ്റെ ശത്രുവാണ് ഈ സിയോണിസ്റ്റുകൾ. ആ നിലക്കാണ് അവരുടെ വേദപുസ്തകങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. ഇവിടെ നമ്മൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ നമ്മളൊക്കെ വളരെ ഭീതിയിൽ ആഴ്ത്തിയ ഒരു വിഷയമാണല്ലോ ഇറാൻ ഇസ്രായേൽ യുദ്ധം. ഇസ്രായേലിനെ പറ്റി ഒരു മുസ്ലിമിന് രണ്ട് അഭിപ്രായമില്ല. ശരിക്കും ജീനോസൈഡ്, മനുഷ്യഹത്യയ്ക്ക് കൂട്ടു നിൽക്കുന്ന, പ്രത്യേകിച്ച് മുസ്ലിമുകളെ കൊന്നൊടുക്കുന്ന, പിഞ്ചു കുട്ടികളെ കൊന്നൊടുക്കുന്ന, അവിടെയുള്ള മുസ്ലിമുകളെ നാമാവിശേഷമാക്കണം എന്ന് തീരുമാനമെടുത്ത ലോകത്തിലെ ഏറ്റവും വലിയ വാല്യം അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ സുന്നത്തിൽ അള്ളാഹു ഏറ്റവും വലിയ വാലിമിനെ, താരതമ്യേന വീര്യം കുറഞ്ഞ വാലിമിനെ കൊണ്ട് ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതികാരം റിറ്റാലിയേറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ ഒരു രീതിയുണ്ട്. ആ റിറ്റാലിയേറ്റ് ഭാഗം നിലക്ക് ഏറ്റവും വലിയ പരാക്രമികളെ മറ്റു ചില പരാക്രമികളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ആക്രമം അഴിച്ചു വിട്ടുകൊണ്ട് അവർക്ക് പാഠം പഠിപ്പിക്കാറുണ്ട്. ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട രണ്ട് ദ്രോഹികൾ. ഒന്ന്, മനുഷ്യകുലത്തിനെ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദ്രോഹികളായ ഏറ്റവും വലിയ പരാക്രമികളായ ഇസ്രായേൽ, പ്രത്യേകിച്ച് സിയോണിസ്റ്റുകൾ. അവരെ സംരക്ഷിക്കുന്ന, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു നിലപാടില്ലല്ലോ. ശക്തരായ രാഷ്ട്രമാണ്, അവരെ സഹായിക്കുന്ന ആരാണ്? ജനങ്ങളുടെ സഹായം കൊണ്ടാണ്. എന്ന് പറയുമ്പോൾ അവർ താങ്ങി നിർത്തുന്ന തീവ്ര വലതുപക്ഷ ഗവൺമെൻറ്, അമേരിക്കൻ ഗവൺമെൻറ്, ഫ്രാൻസ്, ബ്രിട്ടൻ പോലത്തെ രാഷ്ട്രങ്ങളാണ് അവരെ സംരക്ഷിക്കുന്നത്. അവർ ആ സിയോണിസം ആശയങ്ങളെ കൊണ്ട് അവരുടെ രാഷ്ട്രീയപരമായ ചില നേട്ടങ്ങൾ അവർക്കുണ്ടായിരിക്കണം. അതേ സ്ഥലത്ത് അവരുമായി യുദ്ധം പ്രഖ്യാപിച്ച, അങ്ങോട്ട് ആക്രമിച്ചുകൊണ്ട്, ഇറാനെ ഇസ്രായേൽ അങ്ങോട്ട് ആക്രമിച്ചല്ലോ, പ്രത്യാക്രമണം. ഇവിടെ ഒരു മുസ്ലിമിൻ്റെ സ്റ്റാൻഡ് എന്തായിരിക്കണം? ഈ
അവസ്ഥയിൽ അവരാണ് മദ്ലൂം, അവരാണ് ആക്രമിക്കപ്പെട്ടവർ. ഇറാൻ, ഇസ്രായേൽ ആക്രമിച്ചവർ. അതിനർത്ഥം നമ്മൾ ഇറാനുമായി പരിപൂർണമായും എല്ലാ വിഷയത്തിലും യോജിക്കുന്നെന്നല്ല. മുസ്ലിമുകൾ ഏറ്റവും പിഴച്ചുപോയ കക്ഷികളാണ് ഷിയാക്കൾ. സഹാബത്തിന് വെറുക്കുന്ന കൂട്ടരാണ് ഷിയാക്കൾ. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി വ്യഭിചാരം ആരോപിക്കുന്ന ക്ഷുദ്രജീവികളാണ്, വൃത്തികെട്ടവരാണ് ഷിയാക്കൾ. അള്ളാഹുവിൻ്റെ പല സിഫാത്തുകളിലും അവർ ഷിർക്ക് ചെയ്യുന്നുണ്ട്. ഖുർആൻ പരിപൂർണമല്ല എന്ന് വാദിക്കുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ സുന്നികളെയും അവർ വെറുക്കുന്നുണ്ട്. മാത്രമല്ല സുന്നികളെ ഇല്ലായ്മ ചെയ്യൽ എന്നുള്ള അജണ്ട വല്ലുണ്ട്. മാത്രമല്ല ഇറാനിൽ സഹാബത്തിൻ്റെ പേര് ഉച്ചരിക്കാൻ പറ്റില്ല. ഉമർ, ഉസ്മാൻ, അബൂ സദി അള്ളാഹു എന്നിവരെ പേര് പറയാൻ പറ്റില്ല. ഉമർ അള്ളാഹുവിനെ ഷഹീദാക്കിയ ലുഅ്ലുഇൻ്റെ കബറ് കെട്ടിപ്പൊക്കി അവിടെ അവർ പൂജിക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കുമുള്ള അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ശത്രുക്കളായ ഷിയാക്കൾ ഒരു ഭാഗത്ത്. എന്നിരുന്നാലും മുസ്ലിം ലോക പണ്ഡിതന്മാർ ഇപ്പോഴുള്ള അവസ്ഥയിൽ ഏറ്റവും വലിയ ശത്രുവായ ഇസ്രായേലിനെ അവർ നിർത്തേണ്ട സ്ഥലത്ത് നിർത്തുന്നു എന്നുള്ള ഒരു സാന്ത്വനമായ നിലപാട്, നമുക്ക് ഏറ്റവും സന്തോഷിക്കാവുന്ന നിലപാട് സ്വീകരിച്ചതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചോടെ ഇവിടെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ആരെയാണ്? ഇറാനെയാണ്. ഇറാൻ എന്തുകൊണ്ട്? അവർ പിഴച്ചവരാണെങ്കിലും യഹൂദികളെ പോലെയല്ല. യഹൂദികളും അവരുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇറാനികൾ അല്ലെങ്കിൽ ഷിയാക്കൾ യഹൂദികളെക്കാൾ മോശമാണ് എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില അടിസ്ഥാനപരമായിട്ടുള്ള വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അടിസ്ഥാനത്തിൽ ആ വ്യതിയാനങ്ങളെ അവർ ആദർശവൽക്കരിക്കുകയും അതിലൂടെ ഉണ്ടാക്കിയെടുത്ത നിലപാടുകളും അവർക്കുണ്ട്. പരിപൂർണമായിട്ടും ഇസ്ലാം വിരുദ്ധമാണ്, സുന്നി വിരുദ്ധമാണ്. എന്നിരുന്നാലും മനുഷ്യകുലത്തിൻ്റെ നാശഹേതുവായ, ലോകത്തൊരിക്കലും സമാധാനം ആഗ്രഹിക്കാത്ത ഇസ്രായേലുമായുള്ള പ്രശ്നത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇറാൻ്റെ ഭാഗത്താണ്. അപ്പോൾ ഇത് അള്ളാഹുവിൻ്റെ ഒരു ചര്യയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ ശത്രുവെ, ചില ശത്രുക്കളെ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതികാരത്തിലൂടെ അവരെ നിലക്ക് നിർത്തുന്നുണ്ട് എന്നുള്ളതാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സത്യവിശ്വാസം സംബന്ധിച്ചിടത്തോളം ഒരു സുന്നിയായി ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിം സുന്നിയാണ്. സുന്നി അല്ലാത്ത മറ്റ് അഹ്ലുൽ ബിദ്അ എന്ന് പറയുന്ന 72ഓളം വിഭാഗങ്ങൾ, അവർ സുന്നികളല്ല, പക്ഷേ അവർ മുസ്ലിങ്ങളാണ്. അവർ കാഫിറല്ല, പക്ഷേ അവർ പിഴച്ചവരാണ്. പിഴവും കുഫറും, എല്ലാ പിഴവും എന്തല്ല കാഫിറാക്കുന്നില്ല, പക്ഷേ അവരിൽ കാഫര്യങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് വ്യക്തിപരമായിട്ട് ഇന്ന ആൾ കാഫിർ എന്ന് പറയാൻ പറ്റില്ല. കാഫര്യങ്ങൾ അവരുണ്ട്, അവർ ആശയങ്ങളുണ്ട്, കുഫറുണ്ട്. അതേ സ്ഥലത്ത് മൊത്തത്തിൽ ഇപ്പോൾ സൗദി അറേബ്യയിൽ അവർക്ക് ഹജ്ജിന് വരാൻ അനുവാദമുണ്ടല്ലോ. അവർ കാഫിറാണെങ്കിൽ ഹജ്ജ് വരാൻ പറ്റില്ലല്ലോ. ഞാൻ ഗൾഫിലൊക്കെ ഉണ്ടായിരുന്നു, അവരുമായി സംവദിച്ച വ്യക്തിയാണ്. ഞാൻ ഇമാമായി നിന്നിരുന്ന പള്ളിയിൽ അവർക്ക് നമസ്കരിക്കാൻ അനുവാദം കൊടുത്തിരുന്നു. അവരുമായി സംവദിക്കുമായിരുന്നു എത്ര വിഷയങ്ങൾ. പക്ഷേ സംവദിക്കുമ്പോൾ അവർ പരിശുദ്ധ ഇസ്ലാമിനെയും യഥാർത്ഥ ഇസ്ലാമിൻ്റെ വക്താക്കളായ സഹാബത്ത് കിറാമിനെയും ഖുർആനെയും മറ്റും അവർ ചില വിഷയങ്ങളിലൊക്കെ എതിർക്കും. അപ്പോഴവിടെ നമ്മൾ നിലപാട് പറയും. അപ്പോൾ ഈ നിലക്ക് അവരെ നമ്മൾ മനസ്സിലായിക്കൊണ്ട് തന്നെ അവർ സഹാബത്തിൻ്റെ ശത്രുവാണ്, അഹ്ലുസുന്ന വൽ ജമാഅത്തിന് ശത്രു എന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂൽ എന്ന് പറയുന്ന നമ്മളെ ഖിബ്ലത്തിൽ നമസ്കരിക്കുകയും നമ്മൾ ചെയ്യുന്ന ഹജ്ജ് ചെയ്യുന്നത് കൊണ്ട് നമ്മളവരെ പിഴച്ച മുസ്ലിമായിക്കൊണ്ട്, പിഴച്ച മുസ്ലിമും ലോകത്തിലെ ഏറ്റവും വലിയ ധിക്കാരിയുമായ ഇസ്രായേലുമായി പോരാടുമ്പോൾ സ്വാഭാവികമായി നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് ഇറാനെയാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിൻ്റെ കോൺസിക്വൻസ്, ഒരു വിഷയത്തിൽ അതെന്താണ് അതിൻ്റെ കോൺസിക്വൻസും ഒക്കെ മനസ്സിലാക്കി ശരിക്കും വിവേകപൂർവ്വം തീരുമാനമെടുക്കുന്ന ആ യഥാർത്ഥ മുസ്ലിം, യഥാർത്ഥ അഹ്ലുസുന്ന വൽ ജമാഅത്ത് അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.